പാലക്കാട് വാളയാറിൽ ബംഗ്ലാദേശി എന്നാരോപിച്ച് ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ രാംനാരായണന്റെ കുടുംബം തൃശൂരിലെത്തി. രാംനാരായണന്റെ ഭാര്യ ലളിതയും മറ്റു കുടുംബാംഗങ്ങളുമാണ് തൃശൂരിലെത്തിയത്. ഇവർ 3 മണിയോടെ മെഡിക്കൽ കോളേജിലെത്തും. നടരാജുണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജ്, ഇവർ ഇന്ന് തന്നെ ഈ മൃതദേഹം ഏറ്റുവാങ്ങുമോ? എന്താണ് ഇവര് ഇനി തുടർന്നുള്ള ഇവരുടെ നടപടിക്രമങ്ങൾ, മറ്റു വിശദാംശങ്ങൾ? കുടുംബം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് വിശ്രമിച്ചതിന് ശേഷം 3 മണിയോടുകൂടി തൃശൂർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ ഇവരെത്തും. ഭാര്യ ലളിതയും മറ്റു കുടുംബാംഗങ്ങളുമാണ് എത്തിയത്. മോർച്ചറിയിൽ എത്തി മൃതദേഹം കണ്ടതിന് ശേഷമാകും ഛത്തീസ്ഗഡിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത് സംബന്ധിച്ചുള്ളൊരു നിലപാട് ഇവർ വ്യക്തമാക്കുക. നേരത്തെ നഷ്ടപരിഹാരം സംബന്ധിച്ച ചില ആവശ്യങ്ങൾ കുടുംബവും മറ്റ് മനുഷ്യാവകാശ സംഘടനകളും മുന്നോട്ട് വെച്ചിരുന്നു. 25 ലക്ഷം രൂപയിലധികം നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്ന ആവശ്യമാണ് മനുഷ്യാവകാശ സംഘടനകൾ മുന്നോട്ട് വെച്ചത്. ഇക്കാര്യത്തിൽ സർക്കാർ കൂടുതൽ നിലപാട് പറഞ്ഞിട്ടില്ല. ചട്ടം പരിശോധന ശേഷമായിരിക്കും നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനം പറയുക എന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും മൃതദേഹം ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകുന്നത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഇവർ വന്ന് മൃതദേഹം കണ്ടതിന് ശേഷം അധികൃതരുമായി ചർച്ച ചെയ്താകും ഒരു ധാരണയിലെത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ബുധനാഴ്ചയാണ് അതിദാരുണമായ സംഭവം പാലക്കാട് വാളയാറിൽ നടന്നത്. ബംഗ്ലാദേശി എന്നാരോപിച്ച് തൊഴിൽ തേടിയെത്തിയ ഒരു യുവാവിനെ ആൾക്കൂട്ടം പൈശാചികമായി കൊല ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ 5 പേർ അറസ്റ്റ് ആയിട്ടുണ്ട്. ഇവരിൽ പലരും തന്നെയും BJP RSS ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെന്നും പ്രവർത്തകരാണെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിൽ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പലരും ഇപ്പോൾ റിമാൻഡിലാണ്. കൂടുതൽ പേരെ കേസിൽ ചോദ്യം ചെയ്തു വരികയുമാണ്. ഈ സമയത്താണ് മൃതദേഹം നേരിട്ട് കാണാനും ഏറ്റുവാങ്ങാനുമായി കുടുംബാംഗങ്ങൾ എത്തിയത്. നേരത്തെ ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും മൃതദേഹം കൊണ്ടുപോകുന്നതിന് പണം പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു എന്നുള്ള ആരോപണമൊക്കെ തന്നെ നേരത്തെ ഇവരുടെ ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു. പിന്നീട് സർക്കാർ പൂർണ്ണ ചെലവ് വഹിക്കുമെന്നൊക്കെ തന്നെ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിലൊക്കെ തന്നെ ഇവർ ധാരണ മനുഷ്യാവകാശ സംഘടനകളുമായി ചർച്ച ചെയ്ത ശേഷമായിരിക്കും മൃതദേഹം ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകുന്നത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും ഇവിടെ എത്തിയിട്ടാകാം തീരുമാനം എന്നൊരു ധാരണയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നീങ്ങുകയായിരുന്നു. തുടർന്നാണ് അവർ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് പുറപ്പെട്ടതും. അല്പസമയം മുമ്പാണ് അവർ തൃശൂരിലെത്തിയത്. 3 മണിയോടുകൂടി അവർ മെഡിക്കൽ കോളേജിലെത്തും. പിന്നീടാകും ഇത് സംബന്ധിച്ച് മറ്റുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമാവുക. ഒപ്പം തന്നെ നടരാജ്, ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഒന്ന് അറിയണം. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കും പങ്കെന്ന ഒരു ആക്ഷേപം ഇപ്പോൾ വരുന്നുണ്ടല്ലോ, അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ ആൾക്കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കും പങ്കുണ്ടെന്ന് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. നിരവധി സ്ത്രീകളും ഈ സംഭവം നടന്ന സ്ഥലത്ത് പ്രദേശത്ത് ഉണ്ടായിരുന്നതായൊക്കെ തന്നെ ധാരണകൾ വന്നിരുന്നതാണ്. പ്രധാനമായും അറസ്റ്റിലായ 5 പ്രതികൾക്കും BJP RSS ബാക്ക്ഗ്രൗണ്ട് ആണുള്ള കാര്യവും നേരത്തെ വ്യക്തമായതാണ്. പൈശാചികമായ ഒരു കൊലപാതകമാണ് നടന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഹിതേഷ് ഒക്കെ തന്നെ മീഡിയ വണ്ണോട് തന്നെ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. അതായത് മർദ്ദനമേൽക്കാത്ത ഒരു ഭാഗം പോലും രാംനാരായണന്റെ ശരീരത്തിൽ ഇല്ല എന്നും ഇതൊരു കാടത്തമായിരുന്നു എന്നുമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ തന്നെ പറഞ്ഞത്. വാരിയിൽ ഒടിഞ്ഞ സ്ഥിതി ഉണ്ടായിരുന്നു. പല സ്ഥലത്തും മർദ്ദനമേറ്റിരുന്നു. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും നാടിനെ നടുക്കിയവരാരും കൊലയാണ് നടന്നത്. അതിൽ കൂടുതൽ പേർ ഇനിയും പുറത്തു വരാനുണ്ട്, ശിക്ഷിക്കപ്പെടാനുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെടാനുണ്ട്. എന്തായാലും അതിലേക്ക് കൂടി അത്തരം നടപടികൾ കൂടി ശക്തിപ്പെടുത്തുമെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെടുന്നത്.